ന്യായാധിപന്മാരുടെ പുസ്തകം 11-ാം അധ്യായത്തിൻ്റെ 3-ാമത്തേതും അവസാനത്തേതുമായ ഭാഗത്തിലേക്ക് നാം പ്രവേശിക്കുമ്പോൾ അവിടെ 11-ാം അധ്യായം 29 മുതൽ 40 വരെയുള്ള വചനഭാഗങ്ങളാണ് നാം കാണുക. 29 മുതൽ 40 വരെയുള്ള ഈ വചനഭാഗങ്ങൾ നമുക്ക് 4ആയിട്ട് തരം തിരിക്കാവുന്നതാണ്. ഒന്നാമതായിട്ട് നാം കാണുക 29-ാമത്തെ വചനം. അവിടെ 29-ാമത്തെ വചനത്തിൽ നമുക്ക് കണ്ടെത്താൻ കഴിയുന്നത് ജഫ്തായുടെ മേൽ ആത്മാവിൻ്റെ ശക്തി, ദൈവത്തിൻ്റെ ശക്തി ജഫ്തായുടെ മേൽ ആവസിക്കുന്നതാണ് 29-ാം വചനം. 30 മുതൽ 31 വചനഭാഗങ്ങൾ ജഫ്തായുടെ നേർച്ചയെക്കുറിച്ച് അറിയിക്കുക. ജഫ്ത കർത്താവിന് നേർച്ച നേരുന്നു. 32, 33 വചനഭാഗങ്ങൾ ജഫ്തായുടെ മറ്റുള്ളവരുടെ മേലുള്ള ജഫ്തായുടെ ആധിപത്യം അത് തെളിയിക്കുന്നു. പിന്നീട് 34 മുതൽ 40 വരെയുള്ള വചനഭാഗങ്ങൾ ജഫ്ത വിജയശ്രീലാളിതനായി തൻ്റെ നഗരത്തിലേക്ക് വരികയും പിന്നീട് നേർച്ചയുടെ നിറവേറ്റലുമാണ് നാം കാണുന്നത്. ഇരുപത്തിയൊൻപതാമത്തെ വചനഭാഗത്തിൽ നാം ഇപ്രകാരമാണ് കാണുക. 29-ാമത്തെ വചനം, കർത്താവിൻ്റെ ആത്മാവ് ജഫ്തായുടെ മേൽ ആവസിച്ചു. ഈ ഒരു വചനഭാഗം ഇതിക്ക് മുൻപ് നാം കാണുന്നത് ഒഥനിയേലിൻ്റെയും 3-ാമത്തെ അധ്യായം 10-ാം വചനത്തിലും, അതേപോലെ ഗിദയോൻ്റെ മേലും 6-ാം അധ്യായം 34-ാം വചനത്തിലും ദൈവത്തിൻ്റെ ആത്മാവ് അവരുടെ മേൽ ആവസിക്കുന്നുണ്ട്. ദൈവത്തിൻ്റെ ആത്മാവ് ഇവരുടെ മേൽ ആവസിക്കുമ്പോൾ അവർ കൂടുതൽ ശക്തിപ്പെടുകയും ചെയ്യുന്നു. ഇപ്രകാരം ദൈവത്തിൻ്റെ ആത്മാവിനാൽ ആവസിക്കപ്പെട്ട ജഫ്ത അവൻ ഗിലെയാദിലേക്ക് കടന്നു പോകുന്നു. അവിടെ അമ്മോന്യരുടെ ദേശത്തേക്ക് ജഫ്ത പ്രവേശിക്കുന്നു എന്നതാണ് നാം കാണുക. ഇത് കർത്താവ് 10-ാമത്തെ അധ്യായത്തിൽ 11 മുതൽ 16-ാം വചനം വരെ നാം ഇപ്രകാരമാണ് കാണുക. ന്യായാധിപന്മാരുടെ പുസ്തകം 10-ാം അധ്യായം 11 മുതൽ 16 വരെ കർത്താവ് ഇസ്രായേൽക്കാരോട് ചോദിക്കുന്ന ഒരുപാട് ചോദ്യങ്ങളുണ്ട്. കർത്താവ് ചോദിച്ച ചോദ്യങ്ങൾക്ക് കർത്താവ് തന്നെ ഉത്തരം കണ്ടെത്തുന്നതായി നമുക്ക് കാണുവാൻ സാധിക്കും. അത് ജനമല്ല, കർത്താവിൻ്റെ ശക്തിയാണ് പ്രവർത്തിക്കുന്നത് എന്ന് ഇവിടെ പൂർണ്ണമായി നമുക്ക് മനസ്സിലാക്കാം. 30-31 വചനഭാഗങ്ങളിൽ ബൈബിളിൽ തന്നെ ഒത്തിരിയേറെ വ്യത്യസ്തമായി നിലകൊള്ളുന്ന ഒരു വചനഭാഗമാണ് ജഫ്തായുടെ നേർച്ച. ജഫ്തായുടെ നേർച്ചയെക്കുറിച്ച് നാം ചിന്തിക്കുമ്പോൾ ഒത്തിരിയേറെ സംശയങ്ങളും ചോദ്യങ്ങളും നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരാവുന്നതാണ്. എങ്കിലും ജഫ്ത നടത്തുന്ന നേർച്ച പഴയ നിയമത്തിൽ വളരെ പ്രത്യേകമായി ഉൽപ്പത്തി പുസ്തകം 28-ാം അധ്യായത്തിൽ യാക്കോബ് നടത്തുന്ന നേർച്ചയുടെ സാമ്യമായി, അതേപോലെ തന്നെ 21-ാം സംഖ്യയുടെ പുസ്തകം 21-ാം അധ്യായത്തിൽ ഇസ്രായേൽ ജനം ഒരു നേർച്ച നേരുന്നു. സാമുവേൽ 1-ാം പുസ്തകം 1-ാം അധ്യായം 11-ാം വചനഭാഗത്ത് ഹന്നായുടെ നേർച്ചയുണ്ട്. സാമുവേലിൻ്റെ 2-ാം പുസ്തകം 15-ാം അധ്യായം 7-ഉം 8-ഉം വചനങ്ങൾ സാമുവേലിൻ്റെ ഒരു നേർച്ചയുണ്ട്. ഇപ്രകാരം നാം ബൈബിളിൽ കാണുന്ന മറ്റ് നേർച്ചകൾക്ക് സാമ്യമായി തന്നെയാണ് ഇവിടെയും ജഫ്ത നേർച്ച നേരുക. ജഫ്തായുടെ നേർച്ചയിൽ പ്രത്യേകമായി നാം ശ്രദ്ധിക്കേണ്ടത്, അമ്മോന്യരെ എൻ്റെ കരങ്ങളിൽ അങ്ങ് ഏൽപ്പിച്ചു തന്നാൽ. അപ്പോൾ ഇവിടെ ദൈവമാണ് ഏറ്റവും ശക്തിയേറിയ ഒരുവനായി നിലകൊള്ളുക. തൻ്റെ പ്രവൃത്തിയും തൻ്റെ പരിശ്രമവും എല്ലാം ദൈവത്തിൻ്റെ ശക്തിയെയും സഹായത്തെയും ആശ്രയിച്ചിരിക്കുന്നുവെന്ന് വളരെ കൃത്യമായിട്ട് ജഫ്ത ഇവിടെ രേഖപ്പെടുത്തി വയ്ക്കുന്നുണ്ട്. ഇപ്രകാരം ന്യായാധിപന്മാരുടെ പുസ്തകം 11, 30, 31 വചനഭാഗങ്ങൾ ജഫ്തായുടെ നേർച്ചയെ വളരെ പ്രത്യേകമായ രീതിയിൽ നമുക്ക് മുൻപിൽ അവതരിപ്പിക്കുന്നുണ്ട്. ഇത് മറ്റൊരു കാര്യം കൂടി നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. ഈ അധ്യായത്തിൽ 4 മുതൽ 11 വരെ നാം കണ്ട ഗിലെയാദ്കാർക്ക് ജഫ്ത കൊടുക്കുന്ന വാക്ക്, ആ വാക്കിൻ്റെ ഒരു പൂർത്തീകരണം, അല്ലെങ്കിൽ ആ വാക്കിന് വേണ്ടിയുള്ള ജഫ്തായുടെ പരിശ്രമം ഇവിടെ നമുക്ക് കണ്ടെത്താവുന്നതാണ്. യഹോവ മാത്രം ഇവിടെ സൈലൻ്റായി നിലകൊള്ളുന്നു. ജഫ്തായുടെ യുദ്ധത്തെക്കുറിച്ചാണ് 32, 33 വചനങ്ങൾ നമ്മെ പഠിപ്പിക്കുക. ജഫ്ത നേരെ അമ്മോന്യരുടെ അതിർത്തിയിലേക്കാണ് പ്രവേശിക്കുക. അവിടെ ജഫ്ത പ്രവർത്തിക്കുന്നുണ്ടെങ്കിലും
അവിടെ സബ്ജക്റ്റായിട്ട് എല്ലാം പ്രവർത്തിക്കുന്നതിനായിട്ട് മാറുക കർത്താവാണ്. കർത്താവാണ് അമ്മോന്യരെ ജഫ്തായുടെ കരങ്ങളിൽ ഏൽപ്പിച്ചു കൊടുക്കുക. 33-ാമത്തെ വചനം ജഫ്തായുടെ നിരവധിയായിട്ടുള്ള കൂട്ടക്കൊലയെ പറ്റി അവതരിപ്പിക്കുന്നുണ്ട്. അവിടെ പ്രത്യേകമായിട്ട് 20 പട്ടണങ്ങളിൽ ജഫ്ത അമ്മോന്യരെ പ്രത്യേകമായി കീഴ്പ്പെടുത്തി എന്ന് പറയുന്നുണ്ടെങ്കിലും 3 പട്ടണങ്ങൾ വളരെ പ്രത്യേകമായിട്ട് എടുത്തു പറയുന്നു. 1-ാമത്തെ പട്ടണം അരോവർ, 2-ാമത്തെ പട്ടണം മിന്നിത്ത്, 3-ാമത്തെ പട്ടണം എന്ന് പറയുക ആബേൽ കരാമീം. ഈ 3 പട്ടണങ്ങൾ വളരെ കൃത്യമായിട്ട് എടുത്തു പറയും. ഇതോടൊപ്പം 20 പട്ടണങ്ങളിൽ, അതായത് ഈ 3 പട്ടണങ്ങൾ അവതരിപ്പിക്കുക, 20 പട്ടണങ്ങളുടെ അതിർത്തി പട്ടണങ്ങളായിട്ടാണ് 33-ാമത്തെ വചനം നമുക്ക് മുൻപിൽ അവതരിപ്പിക്കുക. ഇപ്രകാരം 20 പട്ടണങ്ങളുടെ അതിർത്തി പ്രദേശങ്ങൾ ആയിരുന്നിരിക്കണം. കൃത്യമായിട്ടുള്ള ഭൂമിശാസ്ത്രപരമായ കാര്യങ്ങൾ നമുക്കതിൽ നിന്ന് കണ്ടെത്താൻ കഴിയില്ലെങ്കിലും 3 പട്ടണങ്ങളിൽ പ്രത്യേകമായിട്ട് ജഫ്ത അതിർത്തി പോലെ കാണുകയും 20 പട്ടണങ്ങളിലുള്ള അമ്മോന്യരെ എല്ലാം കീഴ്പ്പെടുത്തുകയും ചെയ്തു. അപ്രകാരം അമ്മോന്യരെ ഇസ്രായേൽ കീഴടങ്ങി എന്ന് 33-ാമത്തെ വചനം നമ്മോട് പറയുന്നു. 11-ാം അധ്യായത്തിൻ്റെ അവസാന വചസ്സുകളിലേക്ക് നാം കടന്നു വരുമ്പോൾ 34 മുതൽ 40 വരെയുള്ള വചനഭാഗത്ത് ജഫ്ത 30-31 വചനഭാഗത്ത് ജഫ്ത നടത്തിയ നേർച്ചയുടെ പൂർത്തീകരണമാണ് 34-40 വരെയുള്ള വചനങ്ങൾ. അതിനിടയിൽ 32-33 വചനങ്ങൾ വിഷയത്തിൽ നിന്ന് മാറി ജഫ്തായുടെ യുദ്ധത്തെക്കുറിച്ച് നമ്മോട് സംസാരിച്ചു. 34-ാം വചനം വളരെയേറെ വിജയ ആഹ്ലാദത്തോടെ കടന്നു വരുന്ന ജഫ്ത മിസ്പായിൽ തൻ്റെ ഭവനത്തിലേക്ക് വരുന്നു. അവിടെ അവനെ എതിരേൽക്കാൻ വരുന്നത് അവൻ്റെ ഏക മകളായിരുന്നു. വേറെ മകനോ മകളോ അവനില്ലായിരുന്നുവെന്ന് വചനം വളരെ കൃത്യമായിട്ട് നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. ഇത് ബലിയർപ്പിക്കാൻ പോയ മോറിയ മലമുകളിലേക്ക് ബലിയർപ്പിക്കാൻ പോയ അബ്രഹാത്തിൻ്റെ ബലിയർപ്പണത്തെ ഇത് ഓർമ്മപ്പെടുത്തുന്നുണ്ട്. ഇസാക്ക് ഏക സന്താനമായിരുന്നു. ഇവിടെ അവൾ ഏക സന്താനമായിരുന്നു എന്ന് പറയുന്നതിലൂടെ ജഫ്തായുടെ വംശം, അവൻ ആത്മാവിനാൽ നിറഞ്ഞ് അമ്മോന്യരെ തോൽപ്പിച്ചിട്ട് ഹീറോയായി കടന്നു വരുമ്പോൾ അവൻ്റെ വംശം, അവൻ്റെ ഭാവി അവിടം കൊണ്ട് അവസാനിക്കുന്നു എന്നുള്ള രീതിയിലാണ് അവന് വേറെ മകനോ മകളോ ഇല്ലായിരുന്നു എന്ന് ഓർമ്മപ്പെടുത്തുക. 35-ാം വചനഭാഗത്തിലേക്ക് വരുമ്പോൾ ജഫ്തായുടെ നിലവിളിയാണ്. കാരണം ജഫ്ത കർത്താവിന് നേർച്ച നേർന്നത് പോലെ അവിടെ മകൾ കടന്നു വരുന്നു. അവിടെ കർത്താവിന് വാക്ക് കൊടുത്തുപോയി. ജഫ്തായുടെ വയസ്സുകൾ ഒത്തിരിയേറെ കർത്താവിലുള്ള വിശ്വാസത്തിൽ ആഴപ്പെടുത്തുന്ന ഒന്നാണ്. കർത്താവിന് വാക്ക് കൊടുത്തുപോയി, നേർച്ചയിൽ നിന്ന് പിന്മാറാൻ ഞാൻ സാധ്യമല്ല എന്ന്. 36 വചനത്തിൽ ജഫ്തായുടെ മകളുടെ പേര് പറയുന്നില്ലെങ്കിലും ജഫ്തായുടെ മകളുടെ പ്രതിവചനം അത് കർത്താവ് തന്ന ആ ഒരു വിജയത്തെ അടിവരയിട്ട് ഉറപ്പിക്കുന്ന ഒരു കാര്യമാണ്. കർത്താവിന് വാക്ക് കൊടുത്തെങ്കിൽ അതനുസരിച്ചിട്ട് നിൽക്കുവാൻ ഞാൻ തയ്യാറാണ് എന്ന് ജഫ്ത വളരെ കാര്യമായിട്ട് ഓർമ്മപ്പെടുത്തുന്നു. അപ്പോൾ മകൾ ജഫ്തായുടെ ചിന്ത അനുസരിച്ച് തന്നെ മകൾ ജഫ്തായുടെ നേർച്ചയ്ക്ക് ഒപ്പം ആയിരിക്കുവാനായിട്ട് മകൾ തയ്യാറാകുന്നു എന്നുള്ളതാണ്. പക്ഷേ അവൾ ജഫ്തായോട് ചോദിച്ചത് ഒന്ന് മാത്രം, അവൾക്ക് 2 മാസത്തെ സമയം. ഈ 2 മാസത്തെ കാലാവധി അതിനെക്കുറിച്ച് ദൈവശാസ്ത്രപരമായി നമുക്കൊന്നും കാണുവാൻ സാധ്യമല്ലെങ്കിലും 2 മാസം ആണ് ജഫ്തായുടെ മകൾ സഖിമാരുടെ പർവ്വതങ്ങളിൽ പോയി വിലപിക്കുവാനായിട്ട് ചോദിക്കുക. ജഫ്ത അവളെ പറഞ്ഞയക്കുന്നു. 2 മാസത്തെ ജഫ്തായുടെ മകളുടെ പർവ്വതങ്ങളിലെ സഖിമാരോടൊത്തുള്ള വാസം നമ്മെ പ്രത്യേകമായി ഓർമ്മപ്പെടുത്തുന്ന ഒരു കാര്യം ജഫ്ത പർവ്വതങ്ങളിൽ വസിച്ചിരുന്ന ഒരുവനായിരുന്നു എന്നുള്ളത് തന്നെയാണ്. ഈ അധ്യായത്തിൻ്റെ ആദ്യ ഭാഗത്ത് നാം കണ്ടു ജഫ്ത അവൻ തൻ്റെ കുടുംബത്തിൽ നിന്ന് അകന്ന് പർവ്വതങ്ങളിൽ ജീവിച്ചു എന്നുള്ളത്. ഇവിടെ ജഫ്തായുടെ മകൾ 2 മാസക്കാലം പിതാവിൽ നകന്ന് അവൾ
പർവ്വതങ്ങളിൽ ജീവിക്കുന്നു എന്നുള്ളതാണ്. 2 മാസം കഴിഞ്ഞ് ജഫ്തായുടെ മകൾ തിരിച്ചു വരുമ്പോൾ അവൾ നേർച്ച ജഫ്ത നേർന്നിരുന്നത് പോലെ അവൾ മരണത്തിലേക്ക് കടന്നു പോകുന്നു. ഏറ്റവും അവസാനമായി പറഞ്ഞു വെക്കുന്നത് ജഫ്തായുടെ ജന്മദേശം വീണ്ടും അവിടെ ഉറപ്പിക്കുന്നു. ഗിലെയാദുകാരനായ ജഫ്ത പിന്നെ വീണ്ടും അവിടെ ആവർത്തിക്കുന്നത് ഇസ്രായേൽ പുത്രിമാര് ജഫ്തായുടെ മകളെ ഓർത്ത് 4 ദിവസം കരയാൻ പോവുക പതിവായിരുന്നു എന്നുള്ളത്. അതിനെക്കുറിച്ചും ഇസ്രായേൽ ചരിത്രത്തിൽ നാം ഒന്നും കാണുന്നുമില്ല. അതിനെക്കുറിച്ചുള്ള ഒരു ചരിത്രം നാം പിന്നീട് കേൾക്കുകയും ചെയ്യുന്നില്ല.